ഹലോ, ഈ സോൾവ് ദി ഇക്വേഷൻ അല്ലേ സാധാരണ നമുക്ക് ഈ വേരിയബിൾ എൽ എച്ച് എസിലായിരിക്കും കിടക്കുന്നത് അല്ലേ. ഇവിടെ വേരിയബിൾ ആർ എച്ച് എസിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വേരിയബിളിന് ആർ എച്ച് എസ് തന്നെ ഇട്ടുകൊണ്ടും ചെയ്യാം. സി എക്സ് ഇവിടെ ഇട്ടിട്ട് ഇനി ഇവിടെ ഇത് എൽ എച്ച് എസിലാണല്ലോ, -11 ഈ -7 എൽ എച്ച് എസിലോട്ട് വരുമ്പോഴത്തേക്ക് +7 ആകും. അപ്പോൾ ഈസ് ഈക്വൽ ടു എക്സ് ഇവിടെ കൊടുത്തിട്ട് എത്ര കിട്ടുന്നത് ഡിഫറൻസ് ആണ്, വലുതിൻ്റെ സൈൻ -4. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു -4. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നോക്കിയാണ്ട് നമ്മളെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ വേരിയബിളിന് ആദ്യമേ ഇനി എൽ എച്ച് എസിലോട്ട് കൊണ്ടുവരാം. ഈ എൽ എച്ച് എസിന് ആർ എച്ച് എസിലോട്ടും കൊണ്ടുപോകാം. ദാറ്റ് ഈസ് x-7 ഈസ് ഈക്വൽ ടു -11. അപ്പോൾ അവിടെ സൈനൊന്നും മാറത്തില്ല. ഓക്കെ, എൽ എച്ച് എസ് അതേപോലെ ഇനി ആർ എച്ച് എസ് അതേപോലെ എൽ എച്ച് എസിലോട്ട് കൊണ്ടുവരണം. ദാറ്റ് റൂൾ ഈസ് കോൾഡ് ഇന്റർചേഞ്ചിങ്. ഇറ്റ് ഈസ് ഇന്റർചേഞ്ചിങ് എൽ എച്ച് എസ് ടു ആർ എച്ച് എസ്. ഇന്റർചേഞ്ചിങ് റൂൾ വെച്ച് അതേപോലെ സി 2 + 3 ഈസ് ഈക്വൽ ടു 5 ആണെങ്കിൽ 5 ഈസ് ഈക്വൽ ടു 2 + 3 ആണല്ലോ. അവിടെ സൈൻ മാറുന്നുണ്ടോ? സൈൻ മാറുന്നില്ല. ഓക്കെ, ദാറ്റ് വേ വി ക്യാൻ ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഈ വേരിയബിൾ ആർ എച്ച് എസ് കിടക്കുമ്പോൾ അത് എൽ എച്ച് എസിലോട്ട് കൊണ്ടുവന്ന് ചെയ്യുന്നത് ഈസിയാണ് കേട്ടോ. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു -11. ഇത് ആർ എച്ച് എസിലോട്ട് പോകുമ്പോൾ +7 ആകും. ഈസ് ഈക്വൽ ടു -4 എന്ന് ആൻസർ സെയിം തന്നെ കിട്ടും. ചില ക്വസ്റ്റ്യനിലൊക്കെ ഇങ്ങനെ ഈ ഇന്റർചേഞ്ചിങ് റൂൾ വെച്ച് ചെയ്താൽ കുറച്ച് ഈസിയാണ് കേട്ടോ. ഇതിനകത്ത് ഇവിടെ ആർ എച്ച് എസിലിട്ടിട്ട് ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ.